വളരെ ടേസ്റ്റിയായ മുട്ട റോസ്റ്റാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. പാൻ ചൂടായ ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് 5 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് ചെറുതായി അരിഞ്ഞത്. ഉള്ളി ഒന്ന് മൂത്ത് കിട്ടും വരെ ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് ആവശ്യമുള്ളത് 8 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ്. ഇത് രണ്ടും ചെറുതായി അരിഞ്ഞു വയ്ക്കുക. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക, ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേരുവകൾ നന്നായി മൂത്ത് കിട്ടും വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചേരുവകളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ഇടത്തരം സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിന് ഉപ്പ്. ഉള്ളി നല്ല ബ്രൗൺ നിറമാകും വരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഉള്ളി നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ലോ ഫ്ലെയിം ആക്കിയ ശേഷം 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 തക്കാളി ചെറുതായി അരിഞ്ഞത്. തക്കാളി നന്നായി വഴണ്ടി കിട്ടുന്നിടം വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തക്കാളി ഒന്ന് വഴണ്ടി കിട്ടുമ്പോഴേക്കും നിങ്ങൾക്ക് ഞാനൊരു കിച്ചൺ ടിപ്പ് പറഞ്ഞുതരാം. മൂവിങ് ഓൺ ടു ടുഡേയ്സ് ടിപ്പ്. ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ഉപ്പ് പാത്രത്തിൽ ഉപ്പ് കട്ട പിടിക്കാതിരിക്കാൻ ഉപ്പിടുമ്പോൾ അതിലേക്ക് 4-5 അരിമണി കൂടി ചേർക്കുകയാണെങ്കിൽ ഉപ്പ് കട്ട പിടിക്കാതിരിക്കും. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളി നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലൊരു തിക്ക് ഗ്രേവി ആകും വരെയാണ് ഇളക്കി കൊടുക്കേണ്ടത്. ഇപ്പോൾ ഗ്രേവി നന്നായി തിക്കായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 2 കതുപ്പ് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഗ്രേവി റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ട കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഗ്രേവി നന്നായിട്ട് മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി മുട്ട റോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള വീഡിയോസും പുതിയ ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം.